നമ്മളെ വീട്ടിൽ പരമാവധി പറ്റാവുന്ന എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ ഗുരുവായൂർ പോകാറുണ്ട് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പോൾ ഇന്നൊരു വ്യാഴാഴ്ചയാണ്. കാലത്ത് തന്നെ ചോറൊന്നും വെക്കണില്ല കേട്ടോ. അപ്പോൾ കാലത്തേക്ക് ഉണ്ടാകുന്നത് വെള്ളയപ്പവും കടലക്കറിയാണ് കേട്ടോ. അത് തന്നെ മോള് സ്കൂളിലേക്കും കൊണ്ടുപോയിക്കോളും. അപ്പോൾ വ്യാഴാഴ്ച എന്ന് പറഞ്ഞ ദിവസം നമുക്ക് പറ്റുമെന്ന് വെച്ചെങ്കിൽ അമ്പലത്തിൽ പോയിട്ടില്ല, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ്. ഇവിടുന്ന് അത്ര വലിയ ദൂരമൊന്നുമില്ല, 6-7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, വെള്ളയപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബാക്കി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചു വേഗം തന്നെ അമ്പലത്തിൽ പോയിട്ടാ. ഒരു 8:30-9 മണിയോട് കൂടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പാൽപ്പായസമൊക്കെ കഴിപ്പിച്ചു. തൊഴുതിറങ്ങി വഴിപാടുകളൊക്കെ കഴിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ചോറിനാനായിട്ട് ക്യൂവിൽ നിന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു 11:30 ആകുമ്പോഴേക്കും ചോറൊക്കെ കിട്ടി. പിന്നെ ധന്യത്തിൻ്റെ അടുത്ത് പോയിട്ട് പാൽപ്പായസം അവിടെ കൊടുത്തു കേട്ടോ, അവളെ കയ്യിൽ കൊടുത്തു. അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തികയില്ല. അപ്പം ഞാൻ മുഴുവനായിട്ട് അത് അവിടെ കൊടുത്തു. ഞങ്ങൾക്ക് ചോറിൻ്റെ സമയത്ത് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് അവൾക്ക് കൊടുത്തു. വരുന്ന സമയത്ത് കുറച്ച് അലുവയും വാങ്ങിച്ചു. നല്ല ടേസ്റ്റുള്ള അലുവ. വേഗം തന്നെ